ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങളുടെ ഭവനത്തിലെ ഒരു സാക്ഷ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ജ്ഞാനമില്ലാത്തവൻ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ നിങ്ങൾക്ക് ജ്ഞാനത്തെ നൽകി തരുമെന്ന് പറഞ്ഞതായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എൻ്റെ മകൾ അനിലയുടെ ജീവിതത്തിലെ ഒരു സാക്ഷ്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാനിത് ഇവിടെ പറയുകയാണ്. അവളെ ഞങ്ങൾ കൊച്ചുമോളെന്നാണ് വിളിക്കുന്നത്. കൊച്ചുമോളുടെ BCom പഠനത്തിന് അവൾ ട്യൂഷനില്ലാതെയാണ് പഠിച്ചത്. അതുമാത്രമല്ല, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷന് പഠിക്കുവാൻ കോളേജിലൊരു സാറുമില്ലായിരുന്നു. ഈ വിഷയത്തിലെ ഒരു കണക്ക് ഒരു വിധത്തിലും അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതുമില്ല. കൂട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടും അവൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ അത് നിർബന്ധമായിട്ടും പറഞ്ഞു, നീ ഇത് പഠിക്കണം, പിന്നെ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ. പക്ഷെങ്കിൽ അവൾ എങ്ങനെ പഠിച്ചിട്ടും ആ കണക്ക് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പരീക്ഷയുടെ തൊട്ട് മുൻപുള്ള ദിവസം അവൾ വളരെ പ്രയാസത്തോടെ ഇരുന്നതായ സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന ഇതായിരുന്നു: ആവശ്യമില്ലാതെ ഒരു ആൻസറും പഠിക്കുവാൻ അവൾക്ക് സമയം ഇടയാക്കരുത്. അവൾ വെറുതെ സമയം കളഞ്ഞ് പഠിക്കുവാൻ അവളെ സമ്മതിക്കരുത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ അതെല്ലാം നിനക്കറിയാം. അത് പഠിച്ചുകൊണ്ട് പോകണമെന്നുള്ളത് മാത്രമാണെങ്കിൽ അവളെ കൊണ്ട് പഠിപ്പിക്കണം. അല്ലാത്തത് അവൾക്കത് പഠിക്കാൻ അനുവദിക്കരുത്. ഇത് അവൾ പഠിക്കേണ്ടതാണെങ്കിൽ അവളെ ഓർമ്മപ്പെടുത്തണം, അവൾ പഠിച്ചുകൊണ്ട് പോകട്ടെ, എന്നിട്ട് നല്ല മാർക്ക് വാങ്ങിക്കട്ടെ. ഇതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ പഠിക്കാനിരുന്നു. ഒരാൾ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പഠിക്കാനുള്ളതും പഠിക്കേണ്ടാത്തതുമെല്ലാമായ കാര്യങ്ങളെല്ലാം അവൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അവൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ആ വിഷയം പഠിച്ചു. രാവിലെ പഠിക്കാനായി ടൈം പീസിൽ അലാറവും വെച്ചു. നല്ല രാത്രിയായപ്പോൾ നിശബ്ദതയിൽ ഈ ടൈം പീസിൻ്റെ സൗണ്ട് അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. അവൾ അതിൻ്റെ ബാറ്ററി ഊരി വെച്ചിട്ട് വീണ്ടും പഠിച്ചു. ബാറ്ററി ഊരി വെച്ചത് ഓർമ്മിച്ചില്ല. രാവിലെ അലാറം വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ നല്ല രാത്രിയായപ്പോൾ കിടന്നു. വെളുപ്പിനെ പഠിക്കാം, കണക്കിൻ്റേത് എടുത്ത് പഠിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവൾ കിടന്നത്. പക്ഷെങ്കിൽ നല്ല നേരം വെളുത്തിട്ടും അവൾ എഴുന്നേക്കാത്തത് കാരണം ഞാൻ ചെന്ന് തട്ടി ഉണർത്തുമ്പോഴാണ് അവൾ അറിയുന്നത് നേരം വെളുത്തു പോയല്ലോ എന്ന്. ഉടനെ ചാടി എഴുന്നേറ്റിട്ട് അയ്യോ അലാറവും അടിച്ചില്ല, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് ബാറ്ററി ഊരി വെച്ച കാര്യം ഓർക്കുന്നത്. പിന്നെ അവൾക്ക് പഠിക്കാൻ സമയവുമില്ല. അവൾ എന്നിട്ട് പെട്ടെന്ന് ഒരുങ്ങി പരീക്ഷ എഴുതാനായിട്ട് പോയി. പരീക്ഷ എഴുതാനായിട്ട് ചെല്ലുമ്പോൾ കൂട്ടുകാരെല്ലാം ചോദിച്ചു, കണക്ക് പഠിച്ചോ എന്ന്. കാരണം അവർ പഠിപ്പിച്ചതും കൂടെയല്ലേ. ഇല്ല, ഞാൻ പഠിച്ചില്ല, അത് പരീക്ഷയ്ക്ക് വരുത്തുമില്ല എന്നങ്ങ് തട്ടായം അങ്ങ് പറഞ്ഞു. കട്ടായം അവൾ പറഞ്ഞപ്പോൾ അവർ നീ ചുമ്മാതെ പറയുക, പരീക്ഷയ്ക്ക് വരും, അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പരീക്ഷയ്ക്ക് വരുമെന്ന് അവൾക്ക് തലേ ദിവസം വെളിപ്പെടുത്തി കൊടുത്തതായ ചില ക്വസ്റ്റ്യൻസുകൾ അവരോട് പറഞ്ഞു. അവർ അതിൽ ഇമ്പോർട്ടൻ്റ് കാണിച്ചതുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി സമയത്ത് ക്വസ്റ്റ്യൻ ആകെപ്പാടെ അരിച്ചു പറക്കിയപ്പോൾ അവൾ പഠിക്കാതിരുന്ന കണക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല. എന്നാൽ അവളെ കഴിഞ്ഞ രാത്രിയിൽ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയതായ എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അവൾ നല്ലതുപോലെ ആൻസർ എഴുതി BComന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകാനായിട്ട് ഇടയായി. ആ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ മറ്റു കൂട്ടുകാരെല്ലാം അവളെ വല്ലാതെ നോക്കുകയായിരുന്നു. എന്തായാലും അവൾ മിടുക്കിയായി പോയല്ലോ, നമ്മളോട് പറഞ്ഞതുപോലും നമ്മൾ പഠിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മുഖത്ത് കാണാമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് എന്ത് ചോദിച്ചാലും നമുക്ക് ദൈവം നൽകി തരും. അതിനൊരു നല്ല ഉദാഹരണമാണ് ഇത്. നമ്മൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലയോ, ദൈവത്തോട് ചോദിക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം അതാണ് പറയുന്നത്: നിങ്ങളിൽ ബുദ്ധിയില്ലാത്തവൻ എന്നോട് ചോദിക്കട്ടെ എന്ന്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുക. പഠിക്കാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെളിപ്പെടുത്തി തരണമേ എന്ന് ചോദിക്കുന്നെങ്കിൽ അതും നമുക്ക് വെളിപ്പെടുത്തി തരും.
എത്ര എത്ര നല്ലൊരു അനുഭവമാണ് എനിക്ക് ആ ഒരു പരീക്ഷയിൽ അവൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചത്. അവൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബികോം പാസ്സാകാനായിട്ട് ഇടയായി. എൻ്റെ ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.